ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, അപ്പം നമ്മൾ മണാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുവാണ്. ഓൾവോ ബസ്സിലാണ്. അപ്പോൾ ഞാൻ വന്നിറങ്ങി. അപ്പം നിങ്ങൾ ഇന്നലെ എല്ലാം കണ്ടില്ലേ ഗായ്സ്. ഇപ്പം ഇനി എനിക്ക് എങ്ങോട്ട് പോകണമെന്നുള്ളത് അറിയാം ഗായ്സ്. ഇവിടെ സെറ്റ് മൗണ്ടൻസിൻ്റെ മേലെയും മലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ട്രാവൽ ചെയ്യുക. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എൻ്റെ സ്നേഹയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അങ്ങോട്ടുള്ള ഒരു വില്ലേജായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വില്ലേജിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഗായ്സ്. ഞാൻ ബാക്കിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാനപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. പിന്നെ മലയാളികളൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്, ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ്. ആ സൈഡാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ ആ സൈഡ് എന്താ അവസ്ഥയെന്ന് എനിക്ക് അറിയാൻ പറ്റും. കണ്ടോ ഗൈസ്, അവിടെ കുറേ വീടും ദൂര സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് മൗണ്ടൻസ് ഒക്കെ നോക്കാം ഗൈസ്. അപ്പോൾ എങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങോട്ട് നടക്കുവാണ്, ആ സിറ്റിയിലോട്ട് നടക്കുവാണ്. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാം. ബാക്കിയുള്ളവർക്ക് എങ്ങോട്ടോ ലൊക്കേഷൻ തപ്പി അവർക്ക് ഒരാഴ്ച 4 ദിവസം അങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഞാനതല്ല ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യണം, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഗായ്സ്, ഇതൊരു നദിയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമില്ല കണ്ടോ, വെള്ളമൊക്കെ ഒഴിവായ ഒരു നദിയാണ്. അതിലേ കൂടെ കണ്ടോ വെള്ളം പോകുന്നത്. വേണമെങ്കിൽ നദിയോട് അടുക്കുകയാണെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കും. ആ ഒരു മൂഴ കേട്ടോ. പിന്നെ തണുപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനൊക്കെയുള്ള പരിപാടികൾ ചെയ്യും ഗൈസ്. ഈ ജാക്കറ്റ് വാങ്ങിയിട്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടു പോകാനേ ഗൈസ്. പിന്നെ ഞാൻ ഗ്ലൗസും കൂടി ഇപ്പം വാങ്ങി കേട്ടോ. ഇവിടെ ഭയങ്കര പാടാണ്, ഗ്ലൗസ് ഇല്ല. എനിക്ക് ഈ ഗ്ലൗസ് ഇട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, പൈൻ തോട്ടമാണ് ഗൈസ്. വേണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ കയറി കിടക്കാം. പക്ഷേ നമ്മൾ അറിയാതെ കയറി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരടിയെല്ലാം പിടിച്ചോണ്ട് പോകാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ദൂരത്തോട്ട് നടക്കാം, ആ ടൗണിലോട്ട് നടക്കാം കേട്ടോ ഗൈസ്. എൻ്റെ വിഷമങ്ങളും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഐസിൽ ഉരുക്കി തീർക്കും ഗൈസ്. പ്രകൃതിയിലോട്ട് അലിഞ്ഞു തരും ഗൈസ്. ഐ ലൈക്ക് ദിസ്. എന്ത് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഗൈസ്. അയ്യോ, ആ മലയുടെ മണ്ടയിലെല്ലാം മഞ്ഞ് വന്ന് വീണ് കിടക്കും കേട്ടോ. സ്നോ വന്ന് വീണ് നിറഞ്ഞു കിടക്കും മലയൊക്കെ. എന്ത് രസമാണ് ഗൈസ്. ഗൈസ്, ഇത് മണാലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. ഈ ടൗണിലോട്ട് ഞാനിങ്ങനെ നടന്നിട്ട് എത്തുന്നില്ല ഗൈസ്. ഈ നദി ചിലപ്പോൾ നിറഞ്ഞ വീടുന്ന നദിയായിരിക്കും, ഇപ്പോൾ പറ്റിയതായിരിക്കും കേട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് ഗൈസ്. മൊത്തം പൈൻ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രോപ്പർ മണാലിയിൽ എത്തി കേട്ടോ. മണാലി അപ്പുറത്തുള്ള വില്ലേജ് അറിയാൻ നേരത്തെ കാണിച്ചത്. മണാലി ഇവിടുന്ന് ആ വഴിയില്ലേ, ആ വഴി മേലോട്ട് കയറി പോകണം കേട്ടോ. ഞാനിങ്ങിപ്പോൾ 2-2.5 കിലോമീറ്റർ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ബാഗിൽ 60-65-70 കിലോ ഉണ്ട്. പക്ഷെ ഒന്നും അറിയുന്നില്ല ഗൈസ്, തണുപ്പായുണ്ടാവോ തോന്നേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം കേട്ടോ. ഇവിടെ ടെമ്പിളിന് മുമ്പിൽ ഇതൊരു ടെമ്പിളാണ് ഗൈസ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരേട്ടോ. ഇവരൊക്കെ കാണാൻ വേറെ രീതിയാണ് ഗൈസ്. ഇവരുടെ രീതികളും ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേറെ രീതിയാണ്. അപ്പം മണാലി മാർക്കറ്റും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ മണ്ടയിൽ എന്തുവാണത്, മണ്ട എന്തായാലും നമ്മൾ കയറും കേട്ടോ. നമ്മളൊരു ക്യാമ്പ് ചെയ്യും. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ. ഇതൊരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും മാർക്കറ്റും ഒക്കെയാണ് തോന്നുന്നത് കേട്ടോ. മണാലി ഇതാണ് കേട്ടോ മണാലിയിലെ KSRTC ബസ് സ്റ്റാൻഡിന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല വയസ്സ്, ഇത് പ്രൈവറ്റും രണ്ടും കൂടെ ഉള്ളതാന്ന് തോന്നുന്നു. ഇവിടെ കുറെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഗൈസ്. പണി കിട്ടി കേട്ടോ. ഞാൻ പോയ വഴിക്കാതെ എൻ്റെ ഒരു കയ്യിൽ ഗ്ലൗസ് ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ കൈ കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് ഗ്ലൗസ് ഇവിടെ പോയി ഗൈസ്. ഞാൻ പോയി തപ്പട്ടെ. ഞാൻ പിന്നെ ആ തേരിയെല്ലാം ഇറങ്ങി വരുവാണ് ഗൈസ്. എൻ്റെ ഈ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു. ഞാടെ ഇനി ഇറക്കത്ത് കിടന്നുണ്ട്. ഇത് ഇപ്പോൾ അത് തമ്മിലും കിട്ടത്തില്ല ഗൈസ്. നമ്മള് 150 എടുത്ത് മേടിച്ച സാധനമാണ്. കിട്ടി ഗൈസ്, കിട്ടി.
എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കട്ടെ കേട്ടോ. ഞാൻ ഇതിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. ഗായ്സ് ആ മരണം കൊണ്ട് എന്ത് കത്തി നിൽക്കുന്ന കേട്ടോ. അത് ആ വെയിലുകൾ അടിച്ച് സൂര്യനുകൾ അടിച്ച് വരുമ്പോഴത്തേനും എന്തോ തിളങ്ങി നിൽക്കുന്നവരെ കണ്ടു ഗായ്സ്. തിളങ്ങിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം അവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നതൊക്കെയാണ് ഗായ്സ്. ഭയങ്കര രസം കേട്ടോ കാണാൻ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഞാൻ കുറച്ചു നേരം നമുക്ക് ഇരിക്കണം, കുറെ കാര്യങ്ങൾ അന്വേഷിക്കണം, കുറെ കാര്യങ്ങൾ പഠിക്കും. ഗായ്സ് ഇതാണ് കേട്ടോ മണാലിയിലെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റും സ്ഥലങ്ങളും സ്റ്റേയും കാര്യങ്ങളും ഒക്കെ. ഇങ്ങനെ ചുറ്റുവട്ടം ഇങ്ങനെ കിടക്കുവാണ് പല സൈഡിലായിട്ട്, മലയുടെ മുകളിൽ അങ്ങനെ പല പല സൈഡിലായിട്ട്. പിന്നെ എല്ലാം അവൈലബിൾ ആണ്, ഗൂഗിൾ പേ എല്ലാം ഉണ്ട് കേട്ടോ. ടാക്സി, ഓട്ടോ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് മണാലി ടൗൺ. നമുക്ക് 2-3 ദിവസം എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നിൽക്കാൻ കഴിയും. ഓക്കെ 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 ഓക്കെ. I know that. लेकिन very जो है very cheap rate, very cheap rate. ചേച്ചി ഇന്ന് എന്തായാലും ഒരു റൂം നമുക്ക് വേണം. ഇപ്പോൾ ഒരു റൂം ഞാൻ തപ്പിക്കൊണ്ട് കിടക്കണം. എന്നിട്ട് എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് പഠിക്കണം. എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റായിട്ടുള്ള ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 500 ഒക്കെ പറഞ്ഞു. 400 ഒരു റൂം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 400 റൂം ഒക്കെയാണ് പൈസ. എല്ലാവരും 1000 രൂപ, 1500, 800, 700 റൂം എടുക്കുന്നത്. അപ്പോൾ 400 റൂം ഞാൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മള് ഇന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പൊ ഞാൻ ലോക്കലായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാനാ. ഇവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ കത്തി വിലയായിരിക്കും കേട്ടോ ഗൈസ്. അപ്പൊ ഞാനിങ്ങനെ നടക്കുവാണ് കേട്ടോ. നമ്മള് റൂമിൽ കയറി ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് ഇവിടുത്തെ പട്ടികളൊക്കെ കണ്ടുകൊണ്ട് ചക്ക പട്ടികൾ കേട്ടോ. പട്ടികളൊക്കെ ആണെങ്കിൽ തടിച്ച കേട്ടോ. ചുറ്റും ഇങ്ങനെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ബൈക്ക് റെന്റ് കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഫുള്ള് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരുപാട് പേര് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുവാണ്. നമ്മളിങ്ങനെ റെക്കോർഡൊക്കെ ഇറങ്ങി നടക്കുവാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് ഫുള്ള് കറങ്ങാം. എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. എല്ലാവരും ടൂർ വന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മണ്ണാലി കാണാതെ പോകുന്നത് ഭയങ്കര മോശമാണ്. മണ്ണാലി വില്ലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വില്ലേജാണ്. ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഈ വില്ലേജ് കൂടെ ഇങ്ങനെ തെക്കുകൾ വടക്ക് കടന്നു കിടക്കുകയാണ്. കാനറ ബാങ്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് കുറെ മൗണ്ടൻസ് ഉണ്ട്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗി മേടിച്ച് റൂം ഉണ്ടാക്കി നോക്കാൻ പോകണം. പൈസ ഒന്ന് കളയാൻ വയ്യ. ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുവാണ് ഗൈസ്. എനിക്കാണെങ്കിൽ വയറും ഇങ്ങനെ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു ഗൈസ്, എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. അന്ന് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ബാത്റൂമിൽ പോകാനേ തോന്നില്ല ഗൈസ്. എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വയ്യ. അതിന് എപ്പോഴാണ് ഇനി ഇത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവിടുത്തെ പോലീസ് ഓഫീസൊക്കെയാണ് കേട്ടോ. ഒരു പട്ടിയുണ്ട്, കറങ്ങുണ്ട്. വെയിലത്ത് വന്ന് നിൽക്കുകയാണ്. കുറച്ച് വെയിൽ കൊള്ളാന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് വ്ലോഗിങ്. ഹായ്. Where are you from? You from here? Uttar Pradesh. Uttar Pradesh. I am from Kerala. Okay, okay. Staying here? Staying here. Okay. Bye bye. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഓരോരുത്തർ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് സംസാരിച്ച് വരുവാനായിട്ട് നമുക്കിനി ട്രൈപോഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങാം ഗൈസ്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്.
നമ്മളിനി ഓരോ കടകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടില്ലേ പോകാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ പട്ടികളൊക്കെ കൊണ്ട് ക്രൗഡാവുന്നു കേട്ടോ. ഇവിടെ യാക്കാണ് കേട്ടോ, യാക്ക്. പട്ടിക്ക് കാലില്ല ഗൈസ്. ഇവിടുത്തെ യാക്കാണ്, യാക്ക്. ഇവിടുത്തെ ഹോസ്പിറ്റല്, ലേഡി വില്ലിംഗ് ഹോസ്പിറ്റൽ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ കേട്ടോ. എന്താ പറയണ്ടത്, ഇവിടുത്തെ ഗവൺമെന്റ് സെന്റർ, പ്രൈവറ്റ് സ്കൂൾ. ഹോസ്പിറ്റലാണ് ഗൈസ് ഇത്. സ്കൂൾ, പോലീസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഗൈസ്. ഇവിടുത്തെ പിള്ളേരൊക്കെയാണ് കേട്ടോ സ്കൂളിൽ പോകണം കേട്ടോ. ഇനി എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെയിലുള്ള സ്ഥലത്തൊക്കെ നടക്കാൻ ഗൈസ്. ഹിന്ദിയിൽ എഴുതിയോണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം ലോക്കൽ ഷോപ്പിൽ നിന്നല്ലോ. പിള്ളേരൊക്കെ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോവാണ് കേട്ടോ. മലയൊക്കെ കണ്ടോ ഗൈസ്, കുത്തനെയാണ് കേട്ടോ. നേരെ ഇവിടുത്തെ പിള്ളേരെയൊക്കെ കണ്ടോ ഗൈസ്. കല്യാണം നടക്കുന്നു. ഞാൻ എവിടെ പോയാലും ഈ കല്യാണമല്ലോ ഗൈസ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പരിപാടി ആ സമയങ്ങളിൽ അവിടെ നടക്കും കേട്ടോ. മുടി കെട്ടുന്ന ഷോപ്പുണ്ട്, മണാലി ടൗണിൽ എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും ഇല്ലാത്തതായിട്ടില്ല. പിന്നെ എന്താ പറയേണ്ടത്, അതാണ് മെയിൻ റോഡ്. നമ്മളൊന്ന് ഇറങ്ങിയ റോഡാണ്, ടൗണാണ് ഇത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. കല്യാണം കൊണ്ടാണോ തോന്നുന്നത്, എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാച്ചു, വേറെ സ്റ്റാച്ചു ഒന്നുണ്ട്. മൗണ്ടൻസ് ഒക്കെ കണ്ടോ ഗൈസ്, നേരന്ന് കിടക്കും കേട്ടോ ഗൈസ്. എനിക്ക് അധികം നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ജാക്കറ്റ് സെറ്റർ ഒന്നും ഇടാതെ വന്നത്. എനിക്ക് അധികം നടക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ച് റൂമിലോട്ട് നടക്കുവാണ് കേട്ടോ. മണ്ടേ കണ്ടോ ഗൈസ്, നമുക്ക് സ്നോ പോയിന്റിലൊക്കെ പോകാം കേട്ടോ. ഇവിടെ ഇതൊക്കെയാണ്, ഇവരെല്ലാരും നോക്ക് നിങ്ങൾ, എന്ത് രസമാണ് ഇങ്ങനത്തെ ടൗണുകളും. പല പല സ്ഥലങ്ങളും നമ്മൾ കാണുന്ന പല പല രീതികളും പല പല കൾച്ചറുമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ പട്ടികൾ വരെ കണ്ടോ ഗൈസ്, നായകൾ വരെ വേറെ രീതിയിലാണ്. അതിനൊക്കെ ഓൾറെഡി എന്താ പറയണ്ടേ, രോമങ്ങളൊക്കെ ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ തണുപ്പൊക്കെ അതിജീവിക്കാൻ തന്നെ രോമങ്ങളുള്ള നായകളാണ് കേട്ടോ ഇവിടെ ഫുള്ള്. ദൈവം കൊടുത്തിരിക്കുന്നതാണ് തണുപ്പൊക്കെ അതിജീവിക്കാൻ. കണ്ടോ ഗൈസ്, ഇത് ഇവിടുത്തെ സ്കൂൾ യൂണിഫോം ആണ് കേട്ടോ. स्कूल यूनिफॉर्म है स्कूल जा रहे हम, हमारे बोर्ड से स्कूल. कितना टाइम है स्कूल ओपनिंग? 9:30. Which standard you studying? 10. Okay, hi bolo. I am from Kerala. Yeah, subscribe to MTV Cycle Lover. Okay, bye bye. പിള്ളേരൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ സ്കൂൾ യൂണിഫോം. ഇവിടുത്തെ സ്കൂൾ ഇപ്പൊ തുടങ്ങാൻ സമയമായി ഗൈസ്. നമ്മുടെ നാട് പോലെ ഇവിടെ സ്കൂളുകളും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്. പിള്ളേരെല്ലാം സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരു മൗണ്ടന്റെ താഴെ എന്ത് രസമാണ് ഗൈസ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കണ്ടോ, പിള്ളേരെല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ വന്ന നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് നോക്കി നിൽക്കുന്ന കണക്കാണ് ഇവിടുത്തെ പിള്ളേർ സ്കൂളിൽ പോകാൻ നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, പിള്ളേരെല്ലാം ഇരിക്കുക, പഠിക്കുക, രസങ്ങളാണ്. ഇതുപോലെ റൊട്ടിയാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് പൊട്ടറ്റോ ഇങ്ങനെ നിറച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് പരത്തി എടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഒരു സംഭവമാണ്. ഇത് 40 രൂപയാണ് കേട്ടോ, 40 rupees ആണ്.
റൊട്ടിക്ക്. പക്ഷേ നല്ലതാണ്. ഉണ്ടോ അതുകൊണ്ടാണെങ്കിൽ ഒരു മാവ് കൊണ്ട് കുഴച്ചെടുക്കുന്നില്ല. അതിൽ ഇങ്ങനത്തെ റൊട്ടിയാവും. ഗൈസ് ഇതാണ് ആ സംഭവം. ഇതും അച്ചാറുമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം കേട്ടോ. ഓക്കെ, ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം, കഴിച്ചു നോക്കണം. ഗൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിട്ടുന്ന സാധനം, വെറൈറ്റി സാധനം. ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ പൊട്ടാറ്റോ വെച്ച് ഉള്ള സെറ്റപ്പാണ്. ഇതും അച്ചാറും കഴിക്കാൻ വേറെ മൂഡ് കേട്ടോ. അടിപൊളി സാധനം, കിട്ടുന്ന സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. കൊള്ളാം ഗൈസ്. ഗൈസ് ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ മണാലി ടൗണിലുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കണം.